എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. ഡ്രൈവിംഗ് പേടിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു 3 കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് പ്രയോഗത്തിൽ വരുത്താൻ വേണ്ടിയിട്ട് നോക്കുക, പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഡ്രൈവിംഗ് പേടിയുള്ളവർക്ക് വേണ്ടിയിട്ട് 1000-ലധികം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലിലെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വീഡിയോസൊക്കെ കണ്ടിട്ടും കാര്യങ്ങൾ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നൊരു പ്രോഗ്രാം ഞാനിപ്പോൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ അത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കർണാടകത്തിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെ നിരവധി പേർ എൻ്റെ ക്ലാസ്സിന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പല കാര്യങ്ങളും അവരിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയാണ് പലരുടെയും പ്രശ്നങ്ങൾ, ഞാൻ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ പലരിൽ നിന്നും എനിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അതിനു മുന്നേ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നൊരു പ്രോഗ്രാം എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ്. ഇതൊരു 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ മുതൽ പേടിയില്ലാതെ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഏത് സ്ഥലത്ത് നിന്നുള്ളവർക്കും ക്ലാസ്സുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സ്ക്രീനിൽ കാണുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. ഇതിൽ നിങ്ങളുടെ പേരും ജില്ലയും മെസ്സേജ് ചെയ്യുക. ഇനി എന്താണ് ആ 3 കാര്യങ്ങൾ? അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ റോഡിലൂടെ മെല്ലെ ഡ്രൈവ് ചെയ്യുന്നത് ഒരു വളരെ വലിയ പ്രോബ്ലമാണ്, അല്ലെങ്കിൽ ഒരു വളരെ തെറ്റായ കാര്യമാണ് എന്ന്. അതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ മല്ല പോകുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ, മിറർ നോക്കി മറ്റുള്ള വണ്ടികളെയൊക്കെ കണ്ടുകൊണ്ടേയിരിക്കും. ആ സമയത്ത് ടെൻഷൻ കൂടും. ബാക്കിൽ ആരെങ്കിലും ഹോൺ അടിക്കുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വളരെ മെല്ലെ ആണല്ലോ പോകുന്നത്, അത് വളരെ വലിയ തെറ്റാണ് എന്നൊരു ധാരണ അവരുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ഒരു ധാരണ വെച്ച് നമ്മൾ മെല്ലെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾക്ക് ടെൻഷൻ കൂടുതലായിരിക്കും. കാരണം ഉള്ളിലൊരു ധാരണയുണ്ട് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു പോയിന്റ് ഉണ്ട്. ഇത്തരം ആളുകൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ നാട്ടില് ഇങ്ങനെ മെല്ലെ പോകുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളിപ്പോ ഒരു സ്പീഡ് ലിമിറ്റ് എവിടെയും കണ്ടു എന്ന് വിചാരിക്കാം. ഒരു 50 സ്പീഡ് ലിമിറ്റ് എവിടെയെങ്കിലും കണ്ടു, അങ്ങനെ ഒരു ബോർഡ് കണ്ടു. എന്താണ് ആ ബോർഡിന്റെ അർത്ഥം? ആ റോഡിലൂടെ പോകാൻ പറ്റുന്ന മാക്സിമം സ്പീഡ് ലിമിറ്റ് 50 km/h ആണ്. അതാണ് 50 സ്പീഡ് ലിമിറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ആ റോഡിലൂടെ പോകാൻ പറ്റുന്ന മിനിമം സ്പീഡ് എത്രയാണ്? ഇപ്പോ പലരും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, എത്രയായിരിക്കാം സ്പീഡ്? മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ ഒരു സ്പീഡ് ലിമിറ്റ് ഇല്ല. മിനിമം ഇത്ര സ്പീഡിൽ ഈ റോഡിലൂടെ പോകണം എന്നൊരു സ്പീഡ് ലിമിറ്റ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോർഡ് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ബോർഡ് നമ്മളെ രാജ്യത്ത് എവിടെയും കാണില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പീഡിൽ, നിങ്ങൾക്ക് കംഫേർട്ടായ സ്പീഡിൽ പോകാം. അതിന് യാതൊരുവിധ തടസ്സവും നിയമപരമായിട്ട് ഇല്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് എവിടെയും ഇങ്ങനെ മെല്ലെ പോകാം. പക്ഷേ ഒരു ട്രാഫിക് സിഗ്നലിൽ നിങ്ങൾ മെല്ലെ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. അവിടെ നിങ്ങൾ കുറച്ച് വേഗം പോകണം. നിങ്ങളൊരു റോഡിലൂടെ നടുക്ക് മെല്ലെ പോകുന്നുണ്ടെങ്കിൽ മറ്റുള്ള വണ്ടിക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാവും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? റോഡിന്റെ ലെഫ്റ്റ് സൈഡ് കറക്റ്റായി കീപ്പ് ചെയ്തുകൊണ്ട് പോകണം. മറ്റുള്ള വണ്ടിക്കാർക്ക് ബുദ്ധിമുട്ടാകാതെ നിങ്ങൾ മെല്ലെ പോകുന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. മെല്ലെ പോകുന്നതിന് നിയമപരമായിട്ട് യാതൊരു തടസ്സവുമില്ല. പക്ഷേ നിങ്ങൾ റോഡിന്റെ ലെഫ്റ്റ് ചേർന്ന് പോകണം. ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഞാൻ ലെഫ്റ്റ് ചേർന്ന് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, മെല്ലെ പോകുന്നത് ഒരു തെറ്റല്ല. പക്ഷെ ട്രാഫിക് സിഗ്നലുകളിൽ മെല്ലെ പോയി മറ്റുള്ള വണ്ടിക്കാരെയൊക്കെ ബുദ്ധിമുട്ടാക്കാതെ നോക്കുക. അപ്പോൾ മെല്ലെ പോയി പ്രാക്ടീസ് ചെയ്യുക. നല്ല പ്രാക്ടീസ് ആയതിനു ശേഷം ട്രാഫിക് സിഗ്നലിലൂടെ പോയാൽ മതി. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഒന്നാമത്തെ പോയിന്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. നമ്മൾ സാധാരണ അധിക ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്നറിയോ? ഏതെങ്കിലും ഒരു റോഡിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നു വിചാരിക്കാം. മെയിൻ റോഡിലൂടെ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്നു.
സൈഡിൽ നിന്ന് ആരെങ്കിലും ഒന്ന് പോക്കറ്റ് റോഡിൽ നിന്ന് പതിയെ വണ്ടി ഇങ്ങനെ കയറ്റാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് പോയി ബ്രേക്ക് ചെയ്യും. എന്തിനാണ്? ആ ആളെ കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. നല്ല ഒരു സതുദ്ദേശത്തോട് കൂടിയിട്ടാണ് പല ആളുകൾ ഇത് ചെയ്യുന്നത്. ബ്രേക്ക് ചെയ്ത് പെട്ടെന്ന് അവിടെ നിർത്തുന്നു, എന്നിട്ട് മറ്റാൾ പോകാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നു. അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സൈഡിൽ നിന്ന് വരുന്നവർ എന്ത് ചെയ്യും? വേഗം കയറിപ്പോവും. അതിനുശേഷം പതിയെ പോകാന്നാണ് വിചാരിക്കുന്നത്. ഉള്ളിലൊരു ധാരണയുണ്ട്, ഞാൻ നല്ല എക്സ്പേർട്ട് അല്ലാത്ത ആളാണ്, അപ്പൊ മറ്റുള്ള ആളെ വേഗം കടത്തി വിടണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നത്. ഈ സമയത്ത് നിങ്ങൾ വലിയൊരു മിസ്റ്റേക്കാണ് അവിടെ ചെയ്യുന്നത്. കാര്യം എന്താണ്? നമ്മൾക്ക് പ്രിഫറൻസ് ഉള്ള റോഡിൽ, നമ്മൾ നേരെ പോകേണ്ട റോഡിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ കയറ്റിവിടാൻ നിങ്ങൾ അനുവദിക്കുന്നു. ശരിക്കും അവിടെ ആർക്കാണ് പ്രിഫറൻസ് ഉള്ളത്? നമ്മൾക്കാണ്. കാരണം എന്താ? നമ്മൾ സ്ട്രെയിറ്റ് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിഫറൻസ് നമ്മൾക്കാണ്, സൈഡിൽ വരുന്നവർക്കല്ല പ്രിഫറൻസ്. ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന മറ്റൊരു വലിയ തെറ്റായ കാര്യമുണ്ട്. ഇങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ബാക്കിലുള്ള വണ്ടികളെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ ബാക്കിൽ വന്ന് ഇടിക്കും. അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അത് പലരും ഓർക്കില്ല. പലരും മുമ്പിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ സൈഡിൽ നിന്നുള്ള വണ്ടികളെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും പലരും. ഇങ്ങനെ സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ബാക്കിലെ വണ്ടികൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? ചിലപ്പോൾ നിങ്ങളൊരു ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്തെങ്കിൽ അവർക്ക് മനസ്സിലായേക്കാം. എന്നാലും പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലുള്ള വണ്ടികൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു കാരണവശാലും സ്ട്രെയിറ്റ് പോകുന്ന ആളുകളെ സൈഡിൽ നിന്ന് വരുന്നവരെ കണ്ട് ബ്രേക്ക് ചെയ്യരുത്. അവിടെ എന്തു ചെയ്യണം? അവിടെ നിങ്ങൾക്ക് ഹോൺ അടിക്കാം, ഫ്ലിപ്പ് ലൈറ്റ് ഉപയോഗിക്കാം. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. ഹോൺ അടിക്കുന്നതിന് പകരം ബ്രേക്ക് ചെയ്യുന്ന ആളുകൾ വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എതിരെ ഏതെങ്കിലും ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് സൈഡ് കൊടുക്കണം. നമ്മൾ സൈഡ് കൊടുക്കണം. എവിടെ നോക്കി സൈഡ് കൊടുക്കണം? പല ആളുകളും ചെയ്യുന്ന തെറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാല് റൈറ്റ് സൈഡ് നോക്കി സൈഡ് കൊടുക്കും. എങ്ങോട്ടേക്ക് തിരിക്കും? തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. നോക്കുന്നത് എങ്ങോട്ടാണ്? റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കൊണ്ട് റൈറ്റ് സൈഡ് മുട്ടാണ്ട് നല്ല രീതിയിൽ സൈഡ് കൊടുക്കാൻ ശ്രമിക്കും. പല ആളുകളും ചെയ്യുന്ന കാര്യം ഇതാണ്. ഇവിടെ എന്താണ് പ്രോബ്ലം? നിങ്ങൾ റൈറ്റ് സൈഡ് നോക്കി ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ട് സൈഡ് കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ആരാണ് നോക്കുക? അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കാണുക? അതിന് പകരം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളെ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, എതിരെ വരുന്ന വണ്ടിയുടെ ഡ്രൈവർ നിങ്ങളെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ വണ്ടി നോക്കി മുട്ടാതെ പോകാൻ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയുന്നുണ്ടാവാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് മാക്സിമം കീപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. റൈറ്റ് നോക്കുക എന്നുള്ളതിന് പകരം ലെഫ്റ്റ് നോക്കി കറക്റ്റായി ലെഫ്റ്റ് സൈഡ് ചേർത്ത് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് എതിരെ വരുന്ന വാഹനങ്ങൾ പോയിട്ടുണ്ടാവും. സൈഡ് കൊടുക്കുമ്പോൾ ഒരിക്കലും റൈറ്റ് കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് സൈഡ് കൊടുക്കാണ്ടിരിക്കുക. ലെഫ്റ്റ് കറക്റ്റായി ശ്രദ്ധിച്ച് മാക്സിമം ലെഫ്റ്റ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു കാര്യം പലരും കറക്റ്റായിട്ട് ചെയ്യുന്നില്ല. എല്ലാവരും റൈറ്റ് ശ്രദ്ധിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ വണ്ടിയെ ഒന്ന് മുമ്പിലത്തെ വണ്ടിയെ മുട്ടാതെ പോകണേ എന്ന് പ്രാർത്ഥിച്ച് ഡ്രൈവ് ചെയ്യുന്ന കാണാറുണ്ട്. പ്രാർത്ഥനകളൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഇത്രയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എന്റെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കൂ. നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയിൽ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോസ് ഒക്കെ കാണും. താല്പര്യമുള്ളവർ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക. വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.